അമ്പലത്തിൽ പോവാണ് കേട്ടോ. സുഖമാണോ? ഇത് ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ വൈകുന്നേരത്ത് അവിടെ എത്തിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ എത്തി ഞങ്ങൾ കുളിച്ച് ആദ്യം തന്നെ അമ്പലത്തിൽ പോവാണ് കേട്ടോ ചെയ്തത്. വൈകുന്നേര സമയത്ത് ദീപാരാധന തൊഴാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു, നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. വൈകുന്നേര സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വരിയൊക്കെ നിന്ന് കണ്ടു. ഭഗവതിനെ എഴുന്നള്ളിക്കണതൊക്കെ കണ്ടിരുന്നു കേട്ടോ. ശിവേലി പോലെ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ. നമ്മുടെ നാട്ടിലത്തേക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള ആചാരങ്ങളാണ് അവിടെ. 3 വട്ടമാണ് അങ്ങനെ ഭഗവതിനെ അങ്ങനെ എഴുന്നള്ളിക്കണതായിട്ടോ. 3 വട്ടം മറ്റേ നല്ല രസമാണ് കാണാൻ. തേര് ഒരു എന്തോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തൊഴുത്. പിന്നെ കൂടുതൽ അവിടെ തമിഴന്മാരാണ് കേട്ടോ. ഒരുപാട് തമിഴന്മാരെന്നെ അവിടെ കാണാൻ പറ്റി. പിന്നെ ഇവിടെയുള്ള ഓരോ വഴിപാടുകൾ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴിപാടുകളാണ്. ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അതവിടെ അങ്ങനെ വെക്കണത്. അതൊക്കെ എന്തിനാണ് ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. പക്ഷേ സത്യം പറയാലോ, എനിക്ക് പൊന്നിയരിയുടെ ചോറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. പ്രദീപേട്ടനും ഭാവേട്ടനും അവരൊക്കെ കഴിച്ചു കേട്ടോ. പിള്ളേർ ഞാനൊന്നും കഴിച്ചില്ല. അതിന് കുറേ ചീത്ത പറഞ്ഞു കേട്ടോ. ഭക്ഷണം അന്നദാനം കഴിക്കാത്തതിന്. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ദോശ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും വയ്യാണ്ടായി കേട്ടോ. കാരണം കാലത്ത് കയറിയതല്ലേ. കാലത്ത് കയറിയിട്ട് വൈകുന്നേരം വരെ വണ്ടിയിലുള്ള യാത്ര നല്ല സുഖമൊന്നുമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഭക്ഷണം കഴിച്ചത് ശരിയായില്ല എന്നാണ് കേട്ടോ പറയണത്. കാരണം ദോശയാണ് കഴിച്ചത്. ദോശയാണെങ്കിലോ എല്ലാം ഭയങ്കര മധുരമാണ്. അവിടുത്തെ ഒരു ഫുഡ് നമുക്ക് പിടിക്കില്ല കേട്ടോ. നല്ല ചാർജുമാണ്, ഒട്ടും ടേസ്റ്റും ഇല്ല. ഇങ്ങനെ കേരള ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. പക്ഷേ കേരള ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫുഡൊന്നും നമ്മുടെ നാട്ടിലത്തെ ഫുഡ് പോലെ എന്തായാലും വരില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെയാണ് കേട്ടോ മെയിൻ. അതൊരു ചോറോ ഒരു അച്ചാറോ ഒരു ചമ്മന്തി ആണെങ്കിലും എന്തൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ വന്നു, ഡ്രസ്സൊക്കെ മാറി ഞാൻ കിടന്നങ്ങനെ ഉറങ്ങി കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കാലത്ത് എണീറ്റപ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. റൂമൊക്കെ നല്ല രീതിയിൽ വൃത്തിയുണ്ട്. ടോയ്ലറ്റ് ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. പിന്നെ ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാലത്ത് എണീറ്റ് കുളിച്ചു ഒരുങ്ങി അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ 3 നേരം തൊഴുതു കേട്ടോ. കാലത്ത്, ഉച്ചയ്ക്കും വൈകുന്നേരത്തും തൊഴുതു, തലേ ദിവസം തൊഴുതു. മഴയുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴ ചാറിയിട്ട് മുറ്റത്തൊക്കെ അങ്ങനെ വെള്ളമായിരുന്നു മഴയത്ത്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ സൗപർണിക കാണാൻ വേണ്ടി പോയി കേട്ടോ. സൗപർണിക 2 എണ്ണം ഉണ്ട് ഇത്ര അവിടെ. ആദ്യം ഫസ്റ്റ് ഞങ്ങളൊരു സൗപർണിക കാണാൻ പോയി. പക്ഷെ അതല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങളതിനെ പ്രതിവേട്ടം വിളിച്ചിട്ട് ഞങ്ങൾ വേറെ ഒരു സൗപർണിക കാണാൻ പോയി. അത് നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരത്തായിരുന്നു. അങ്ങോട്ട് പോയ സമയത്ത് ഇതാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയ സൗപർണിക. ഇവിടെ പോയി ഞങ്ങൾ കുറേ നേരമൊക്കെ കളിച്ചു. കുട്ടികളെ കൊണ്ടൊക്കെ കുറേ നേരം അവിടെ ചിലവഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മറ്റേ സൗപർണികയിലേക്ക് പോയത്. അത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറാകുമ്പോഴാണ്, ഉച്ചയ്ക്ക് തൊഴണേക്ക് മുന്നെയാണ് പോയത്. നല്ല രസം. ഒരു ഭാഗത്ത് ഫുള്ള് തെളിഞ്ഞ വെള്ളം, ഒരു ഭാഗത്ത് ഫുള്ള് കലങ്ങിയ വെള്ളമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ റൂമിൽ എന്താ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇവിടെ വെള്ളത്തിൽ കൂടെയൊക്കെ നടന്ന് അങ്ങനെ ഇരുന്ന് കുറേ സമയം അങ്ങനെ ചിലവാക്കി. റൂമിൽ പോയാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. വെള്ളമൊക്കെ കാണാൻ നല്ല രസമല്ലേ. എല്ലാം നോക്കി കാണാണ്ട. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൗപർണികയിലേക്ക് പോയതാണ് ഇവിടെ കേട്ടോ. അവിടേക്ക് കുറേ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ
സൂപ്പറിൻ്റെ അവിടെ പിന്നെ വെള്ളം ഫുള്ള് കലങ്ങിയ വെള്ളമായിരുന്നു. പക്ഷേ കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. റൂമിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇത് തെളിഞ്ഞ വെള്ളമൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അവിടെ കാണാൻ ഭയങ്കര രസമുണ്ട്. മറ്റേ സൗപർണികയെക്കാട്ടിലും വലുതാണിത്. കരഭാഗമൊക്കെ നല്ലോണം ഉണ്ട്. അവിടെ ഡേഞ്ചർ മേഖലയാണ്, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് തൊഴാൻ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ അവിടെ. എന്ത് രസമാണ് കുരങ്ങന്മാരെ കാണാമെന്നറിയോ. ഇങ്ങനെ അമ്മയും കുട്ടിയും അച്ഛനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കണത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ പേന് നോക്കി കൊടുക്കണതും അതൊക്കെ കാണാൻ എന്തൊരു രസമാണെന്നറിയാം. നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. ശരിക്കും മനുഷ്യന്മാരാണ് കുരങ്ങന്മാരെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. കണ്ടോ, അവർ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനുഷ്യന്മാർ പോലും ഇത്രയ്ക്ക് സ്നേഹത്തോടു കൂടെ ഇരിക്കില്ല കേട്ടോ. അത്രയും എന്താണ് ക്യൂട്ടായിട്ട് കുട്ടികളെ രണ്ട് മാറോട് ചേർത്ത് വെച്ചിട്ട് അമ്മയും അച്ഛനും മക്കളും കൂടി ഇരിക്കുന്നത് കാണാൻ നമുക്ക് എന്തോ ഒരമ്മ എന്നുള്ള നിലയിൽ അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് കേട്ടോ. ഒരുപാട് നല്ല രസമാണ് കാണാൻ. പേൻ നോക്കി കൊടുക്കണമെങ്കിൽ എന്തൊരു രസമാണ് കാണാമെന്നറിയാം. കുറേ നേരം ഞങ്ങളത് നോക്കി നിന്നു കേട്ടോ. നിറയെ ഉണ്ട് അവിടെ കുരങ്ങന്മാർ. ഫുള്ള് ആ മരങ്ങളിലും മൊത്തം കുരങ്ങന്മാരാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരണ വഴി അവിടെ അങ്ങനെ ഒരു സംഭവം, ഒരു അമ്പലമാണ് കേട്ടോ. നല്ല കരിങ്കല്ല് കൊണ്ട് തീർത്തിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഫുള്ള് കരിങ്കല്ലിൽ കൊത്തി പണിതിരിക്കണമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ വന്നു. അവിടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റം, പാട്ടിൻ്റെ അരങ്ങേറ്റം, പിന്നെ മറ്റേ എന്താണ് എന്താ പറയുക, എഴുത്തിനിരുത്തില്ലേ അതൊക്കെ. ഈ കാക്ക എഴുത്തിനിരുത്തണതൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഒഴിഞ്ഞിട്ട് അവിടെ വെക്കണ സംഭവം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോഴേക്കും ഏകദേശം നല്ല ക്ഷീണമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇത് ഷൊർണൂർ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വിശന്ന് പ്രാന്തായിട്ടാണ് കേട്ടോ പിന്നെ വരണത്. കുറേ ദിവസം ഫുഡ് കഴിക്കാത്തതിൻ്റെയൊക്കെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളുടെ വണ്ടിയിൽ കയറിയിട്ട് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ.